ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ എയർ ഫ്രയർ ഉണ്ടല്ലോ, അതിൽ ചെറുതായിട്ടൊരു പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ടോപ്പ് ഞാൻ തുറന്നു, അതിൻ്റെ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡ് നമുക്ക് ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, ഒട്ടി പിടിക്കാക്കാൻ വേണ്ടിയിട്ടോ. കുറച്ച് മതി. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ ഹെൽത്തി ആയിരിക്കും. കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു സിമ്പിൾ പാസ്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പാസ്ത ഞാൻ നല്ലോണം കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓണാക്കിയിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ പരത്തി നല്ലോണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വറ്റൽമുളക് പൊടിച്ചത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് കുറച്ച് കുരുമുളക് പൊടി എരിവിന് ആവശ്യമുള്ള. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒഴിവാക്കാം. ഇനി കുരുമുളക് പൊടി ഇട്ടിട്ടു. അപ്പോൾ നിങ്ങൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒറിഗാനോ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, അതും കൂടി ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് സാധാ തണുത്ത പാൽ ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പാസ്തയാണ് കേട്ടോ. പെട്ടെന്ന് ഈവനിങ്ങിന് കുട്ടികൾ സ്കൂളിൽ വന്നാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പാസ്തയാണ്. അപ്പോൾ ഞാൻ 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല ഉഷാറായി വന്ന് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തതാ. അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ ഫ്രഷ് ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയൊരു പാസ്തയാണ്. കുട്ടികൾക്ക് ഈവനിങ്ങിൽ പെട്ടെന്ന് പാസ്ത ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.